ഇവിടെ ഒരു പെണ്ണ് തന്റെ അമ്മയ്ക്ക് തന്നെ വിഷം കൊടുക്കുന്നു. മയങ്ങി വീണതും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് ബോഡി പൊതിയുന്നു. അതിനുശേഷം ആ ബോഡിയെ കല്ല് കെട്ടി കായലിൽ താഴ്ത്തുന്നു. നോക്കുമ്പോൾ അവളുടെ അമ്മയുടെ ബോഡിക്ക് മുൻപേ തന്നെ അവിടെ ഒത്തിരി ബോഡീസ് കിടക്കുന്നു. എസ്തറും അവളുടെ അമ്മ തെരേസയും മെക്സിക്കൻ ബോർഡറിൽ ഒരു റെസ്റ്റോറന്റ് നടത്തി വരുന്നു. അവരുടെ റെസ്റ്റോറന്റിൽ ഒരു സമയം ഒരു ഗസ്റ്റിനെ മാത്രമേ അലോ ചെയ്യുകയുള്ളൂ. കാരണം അവരുടെ ഉദ്ദേശം റെസ്റ്റോറന്റ് നടത്തുന്നതായിരുന്നില്ല. അവിടെ വരുന്ന ഗസ്റ്റുകൾക്കെല്ലാം ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് കലർത്തി കൊടുത്ത് മയക്കിയതിനു ശേഷം അവരുടെ തിങ്സ് എല്ലാം മോഷ്ടിക്കുന്നു. രാത്രിയാവുമ്പോൾ അവരുടെ ബോഡി ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞു കെട്ടി അവരുടെ ജോലിക്കാരനായ മാർക്കിന്റെ സഹായത്തോടെ കായലിന് നടുവിൽ കല്ല് കെട്ടി താഴ്ത്തുന്നു. വരുന്നവരിൽ കൂടുതലും ഡ്രഗ് ഡീലേഴ്സ് ആയതുകൊണ്ട് അവരെ അന്വേഷിച്ച് ആരും തന്നെ വരാറില്ല. എസ്തറിന് ഇങ്ങനെ ചെയ്യുന്നതൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഇവിടെ നിന്ന് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അവളുടെ അമ്മ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ക്യാഷ് ഇല്ല, ക്യാഷ് ആയിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം അവരുടെ റെസ്റ്റോറന്റിലേക്ക് മാരിയോ എന്നൊരാൾ വരുന്നു. അവനെ കാണാൻ തന്നെ വലിയൊരു പണക്കാരനെ പോലെ ഉള്ളത് കൊണ്ട് ഉടനെ തന്നെ അവർ രണ്ടുപേരും അവരുടെ ജോലി തുടങ്ങുന്നു. ആദ്യം എസ്തർ അയാൾക്ക് ഡ്രിങ്ക്സിൽ ഡ്രഗ് കലർത്തി കൊടുക്കുന്നു. അത് കുടിച്ച് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ മാരിയോ മയങ്ങി വീഴുന്നു. അപ്പോൾ എസ്തർ അവന്റെ കാറിനുള്ളിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ പോകുന്നു. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയ ഒരു കാര്യം നടക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് ഒരു കാർ വരുന്നു. അതിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി എന്റെ ഫ്രണ്ടിന് അപകടം പറ്റി, ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അവനെ അകത്ത് കയറ്റിയാൽ എസ്തറും അമ്മയും കുടുങ്ങും. അതുകൊണ്ട് റൂംസ് എല്ലാം ഫുള്ളാണെന്ന് പറഞ്ഞ് അവരെ പോകാൻ പറയുന്നു. പക്ഷെ പെക്കോ അവളെ ഗൺ കാണിച്ച് പേടിപ്പിച്ച് തന്റെ ഫ്രണ്ടിനെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം തന്റെ ഫ്രണ്ടിനെ ട്രീറ്റ് ചെയ്തിട്ട് ഇവർ പോലീസിനെ വിളിക്കുമെന്ന് വിചാരിച്ച് രണ്ടുപേരെയും രണ്ട് റൂമിനകത്താക്കുന്നു. സമയം പോകും തോറും എസ്തറിന് പേടി കൂടുന്നു. കാരണം മാരിയോ എപ്പോൾ വേണമെങ്കിലും ഉണരാം. അവൾ പുറത്തേക്ക് വന്ന് നോക്കുന്നു. പെക്കോ നല്ല ഉറക്കമാണ്. അത് കണ്ടവൾ സാവധാനം മാരിയോയുടെ റൂമിലേക്ക് പോകുന്നു. നോക്കുമ്പോൾ അവൾ അകത്തേക്ക് വന്നതും മാരിയോ ഉണർന്നിരിക്കുന്നു. എസ്തറിനെ കണ്ടതും ദേഷ്യം വന്ന മാരിയോ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ശബ്ദം കേട്ട് പെക്കോ അകത്തേക്ക് വരുന്നു. മാരിയോ അവളോട് മോശമായി പെരുമാറുകയാണെന്ന് വിചാരിച്ച് അവനെ തലക്കടിച്ച് ബോധം കെടുത്തുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും മാരിയോയുടെ ബോഡി മറവ് ചെയ്യുന്നതിനായി കൊണ്ടുപോകുന്നു. അപ്പോൾ മാരിയോ അനങ്ങുന്നത് കണ്ട് പെക്കോ എസ്തറിനെ പോകാൻ പറഞ്ഞിട്ട് അവനെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ എസ്തർ വലിയൊരു കൊലപാതകയാണെന്ന് അവനറിയില്ലല്ലോ. അന്നു മുതൽ അവർ ഇടയ്ക്കിടെ കാണാനിടയാവുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാവുകയും ചെയ്യുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും ബേസ്മെന്റിൽ നിന്ന് ഒന്നിച്ചു വരുന്നത് കണ്ട അമ്മ എസ്തറിനെ വിളിച്ച് അടിക്കുന്നു. ഇക്കാര്യം അറിഞ്ഞ പെക്കോ എസ്തറിനെ തന്റെ ഒപ്പം ഇറങ്ങിച്ചെല്ലാൻ വിളിക്കുന്നു. പക്ഷെ എസ്തറിനെ അവളുടെ അമ്മ നല്ലതുപോലെ ബ്രെയിൻ വാഷ് ചെയ്തിരുന്നു. എന്റെ അമ്മ എന്ത് ചെയ്താലും എന്റെ നല്ലതിന് മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നു. പിറ്റേ ദിവസം അവരുടെ ജോലിക്കാരനായ മാർക്കിനെ കാണിക്കുന്നു. അവൻ മരിച്ചുപോയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവന് കിട്ടിയ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അപകടം പറ്റിയ പെക്കോയുടെ ഫ്രണ്ട് റിക്കവർ ആയി അതുവഴി വരുന്നു. അവനൊരു വാച്ച് കണ്ട് ഷോക്കാവുന്നു. കാരണം ആ വാച്ചിനകത്ത് അവന്റെ ചേട്ടന്റെ പേര് എഴുതിയിരുന്നു. അവന്റെ ചേട്ടനെ കുറച്ചു നാളുകൾക്ക് മുൻപ് കാണാതായിരുന്നു. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് മാർക്കിനെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. തെരേസയുടെ അടുത്തേക്ക് വന്നവൻ അവരുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങുന്നു. അടുത്തിരുന്ന ഒരു ചാവി എടുത്ത് അവന്റെ കാലിൽ കുത്തിയിട്ട് തെരേസ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതേസമയം മാർക്ക് അവിടേക്ക് വന്ന് അവനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ചുവരിൽ തൂക്കിയിരുന്ന ഒരു ഗ്ലാസ് എടുത്ത് തെരേസ അവന്റെ കഴുത്തിൽ കുത്തുന്നു. ശബ്ദം കേട്ട് പെക്കോയും മുകളിലേക്ക് വരുന്നു. തെരേസ ഒട്ടും ചിന്തിക്കാതെ തോക്കെടുത്ത് അവനെ ഷൂട്ട് ചെയ്യുന്നു. പെക്കോയെ കണ്ട് എസ്തർ ഭയങ്കരമായി കരയാൻ തുടങ്ങുന്നു. അവരൊന്നും നല്ലവരല്ലെന്ന് പറഞ്ഞ് എപ്പോഴത്തെയും പോലെ എസ്തറിന്റെ അമ്മ അവളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അതിനുശേഷം മറ്റുള്ളവരെ ചെയ്തതുപോലെ അവരുടെ ബോഡിയും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കായലിന്റെ നടുക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ഇപ്രാവശ്യം എസ്തർ കയർ കട്ട് ചെയ്യാതെ സ്റ്റക്കായിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ എസ്തർ അമ്മയോട് നമ്മൾ എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മ എപ്പോഴത്തെയും പോലെ നമ്മുടെ കയ്യിൽ അധികം കാശൊന്നുമില്ല, കാശ് കിട്ടിയിട്ട് പോകാമെന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന എസ്തർ മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ തന്നെ അമ്മയ്ക്കും ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് കലർത്തി കൊടുക്കുന്നു. അവർ മയങ്ങിയതും റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ക്യാഷ് നിറച്ചു വെച്ചിരിക്കുന്നു. സത്യത്തിൽ തെരേസയ്ക്ക് അവിടെ നിന്ന് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇത്രയും ദിവസം അവർ എസ്തറിനോട് കള്ളം പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ഇപ്പോൾ സത്യം മനസ്സിലാക്കിയ എസ്തർ അമ്മയെ പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് അതേ ലേക്കിൽ തന്നെ കൊണ്ടിടുന്നു. ഇതിൽ ഷോക്കായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്ത് നിർമ്മിച്ച സിനിമയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.